ഇക്ബാൽ, ഈ വിജയ് ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനപ്പുറത്തേക്ക് ഒരു സെലിബ്രിറ്റി, ഒരു നടൻ എന്നതാണ്. അത് അത്രയും അധികം ഫാൻസ് ഉള്ള ഒരാൾ എന്നുള്ളത് കൂടിയുണ്ട്. അപ്പോൾ ഇന്നലെ ആ ദുരന്തമുണ്ടായ സമയത്ത് നമ്മളൊക്കെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുമ്പോഴടക്കം ഇക്കാര്യം വ്യക്തമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തതായിരുന്നു. ആ ഒരു ആളുകൾ കൂട്ടത്തോടെ എത്തിയത്, ഇപ്പോൾ ഈ കവിന്റെ കാര്യം പറഞ്ഞപ്പോഴും അതാണ് ആലോചിച്ചത്. അതായത് ആളുകൾ കൂട്ടത്തോടെ എത്തിയത് ഒരു രാഷ്ട്രീയ നേതാവിനെ കാണുക എന്നതിനപ്പുറത്തേക്ക് ഒരു സെലിബ്രിറ്റിയെ, വിജയ് കാണാൻ എന്നുള്ള ആവേശത്തോടു കൂടി എത്തുന്ന ആളുകളെയാണ് നമ്മൾ കണ്ടത്. ഒരു പിഞ്ചു കുഞ്ഞിനടക്കം അവിടെ ജീവൻ നഷ്ടമാകുന്ന ഒരു കാഴ്ചയും കണ്ടു. ഈ പ്രദേശം അത് 50,000 പേരെ മാത്രമേ ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ള സ്ഥലത്ത് 2 ലക്ഷത്തിലധികം ആളുകൾ അവിടെ എത്തിപ്പെടുകയും ചെയ്തു. ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടാൻ അതൊരു കാരണമായി. അത് പെട്ടെന്ന് നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യങ്ങൾ വന്നു. വിജയ് പോയി കഴിഞ്ഞ ശേഷവും അവിടെ കൃത്യമായിട്ട് നിയന്ത്രിക്കാനൊന്നും കഴിയാത്തൊരു സാഹചര്യം പിന്നീട് നമ്മൾ കണ്ടു. പക്ഷേ വളരെയധികം സമയമെടുത്താണ് അത് നടത്തിയത്. ഈ പ്രദേശത്ത് ഇപ്പോൾ നിലവിലൊരു സാഹചര്യം എന്താണ്? എല്ലാം പൂർണ്ണമായും അവിടെ നിന്ന് മാറ്റി. നമുക്കറിയാം, ആ ചെരുപ്പുകളടക്കം, കുഞ്ഞുങ്ങളുടെ അടക്കം ചെരുപ്പുകളെല്ലാം കൂട്ടത്തോടെ ഇട്ടിരിക്കുന്ന അടക്കം നമ്മൾ കണ്ടതാണ്. എന്താണ് നിലവിലെ സാഹചര്യം? ഒപ്പം ഈ ആശുപത്രിയിൽ കഴിയുന്നവരുടെ അടക്കം ദൃശ്യങ്ങളടക്കം നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. ഒട്ടും എന്താ പറയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. ശ്രുതി, അതായത് ഇന്നലെയാണ് ഈ വേലുച്ചാമിപുരം എന്ന് പറയുന്ന ഈ കരൂരിലെ ഒരു മേഖലയിൽ വെച്ച് ഈ TVKയുടെ പര്യടനം നടക്കുന്നത്. 12:45 വിജയ് എത്തുമായിരുന്നെങ്കിൽ ഇത്തരത്തിൽ വലിയൊരു ദുരന്തം ഉണ്ടാവുമായിരുന്നില്ല. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇന്നലെ ഉച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ വിജയ് ഈ വേലുച്ചാമിപുരത്തേക്ക് എത്തുന്നത് നീളുന്നു. 12:45 പരിപാടിക്ക് നമുക്ക് ഏറിപ്പോയാൽ ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ വൈകാം. പക്ഷേ 6 മണിക്കൂറോളം വൈകിയതിന് ശേഷം 7:50 വിജയ് എത്തുന്നത്. മാത്രമല്ല, വിജയ് എത്തുന്നതിനോടൊപ്പം തന്നെ നിരവധി ആളുകൾ ഒപ്പം വിജയ് സഞ്ചരിച്ചിരുന്ന ബസ്സിനൊപ്പം കൂടി നടന്ന് ഈ മേഖലയിലേക്ക് കയറുകയും പെട്ടെന്ന് തന്നെ ഒരു വൈദ്യുതി നിലയ്ക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു. അവിടുത്തെ സ്പീക്കറുകൾ ശബ്ദം ഇല്ലാതെ മാറുന്നു. അതോടുകൂടി പിന്നീട് തിരക്ക് വലിയ രീതിയിൽ വർദ്ധിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ഈ വിജയിയുടെ ബസ് നിർത്തിയ സമീപത്തുണ്ടായിരുന്ന മരത്തിലെയും അതുപോലെ തന്നെ കടകളുടെ മുകളിലും നിന്നിരുന്ന ആളുകളെല്ലാം പെട്ടെന്ന് തന്നെ അവരുടെ ഷീറ്റുകളും അതുപോലെ തന്നെ മരത്തിൻ്റെ ചില്ലയെല്ലാം പൊട്ടി പെട്ടെന്ന് തന്നെ താഴേക്ക് വീണാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായതെന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഏതായാലും നിരവധി ആളുകൾക്ക് പരിക്കേറ്റിരുന്നു. പല ആളുകൾക്കും ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ ICU ഉൾപ്പെടെ തുടരുന്ന ആളുകളിൽ പല ആളുകളുടെയും എല്ലുകൾക്ക് വരെ പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല, പല ആളുകൾക്കും ഗുരുതരമായി ശ്വാസതടസ്സം നേരിടുന്നുണ്ട്. അവർക്കെല്ലാം കൃത്യമായിട്ടുള്ള വിദഗ്ധ ചികിത്സയാണ് ഈ കരൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് ഉൾപ്പെടെ ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നത്. മുഴുവൻ ആളുകൾക്കും വിദഗ്ധ ചികിത്സ നൽകണം. ഒരാൾക്ക് പോലും ചികിത്സ നൽകുന്നതിന് യാതൊരു രീതിയിലുള്ള പിഴവുകളോ അല്ലെങ്കിൽ യാതൊരു രീതിയിലുള്ള കുറവുകളോ സംഭവിക്കാൻ പാടില്ല എന്നുള്ളത് ഇന്നലെ മുതൽ തന്നെ തമിഴ്നാട് സർക്കാർ അറിയിച്ചിരുന്നു. തമിഴ്നാട്ടിലെ ആരോഗ്യ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നലെ ഈ വിവരം അറിഞ്ഞത് മുതൽ തന്നെ ഇവിടേക്ക് എത്തി മറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ എത്തി വിലയിരുത്തിയിരുന്നു. അതിനുശേഷം ഓരോ മന്ത്രിമാരായി ഇവിടെ തന്നെ നിലയുറപ്പിച്ചുകൊണ്ട് ഈ കരൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉൾപ്പെടെ നിലയുറപ്പിച്ചുകൊണ്ടാണ് ഇവിടെ സ്ഥിതി വിവരങ്ങൾ അവർ വിലയിരുത്തി മുന്നോട്ട് ഈ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഏതായാലും അവിടെ ഇപ്പോഴും ഈ വേലുച്ചാമിപുരത്ത് ഇപ്പോഴും വലിയ ഒരു ദുരന്തം നടന്നതിൻ്റെ അവശേഷിപ്പുകൾ ഇപ്പോഴും നമ്മളെല്ലാം ഭയപ്പെടുത്തുന്ന രീതിയിൽ അവിടെ തന്നെ തുടരുന്നുണ്ട്. അതിനേക്കാൾ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ കരൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയുമായി ബന്ധപ്പെട്ടാണ്. ഇന്നലെ ഈ ദുരന്തം നടന്നത് മുതൽ ഇന്ന് ഇപ്പോൾ ഈ സമയമാകുമ്പോഴും ഈ കരൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കരച്ചിലുകൾ മാത്രമാണ് കേൾക്കുന്നത്. എവിടെ പോയാലും കരച്ചിലുകൾ, അതുപോലെ തന്നെ സങ്കടങ്ങൾ, നെഞ്ചത്ത് അടിച്ചുകൊണ്ട് അവരുടെ പ്രിയപ്പെട്ടവർ നഷ്ടമായതിൻ്റെ വേദനകൾ മാത്രമാണ് ഈ കരൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. ഏറ്റവും ഒടുവിൽ ഈ കരൂർ സ്വദേശിയായിട്ടുള്ള കവിൻ ഉൾപ്പെടെ മരണപ്പെട്ടിരിക്കുന്നു. 32 വയസ്സുകാരനായിട്ടുള്ള കവിൻ ബാങ്ക് മാനേജറാണ് എന്നുള്ളതാണ് അവരുടെ ബന്ധുക്കൾ പറയുന്നത്. അവരുടെ അച്ഛൻ നമ്മളോട് അല്പസമയം പ്രതികരിക്കുകയും ചെയ്തതാണ്. വളരെ ഇന്നലെ ഈ സംഭവത്തിന് ശേഷം വിജയ് അവിടെ നിന്ന് പോയി പെട്ടെന്ന് തന്നെ ചെന്നൈയിലേക്ക് മടങ്ങുന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം അത് വലിയൊരു വിമർശനത്തിനിടയാക്കിയിരുന്നു. ഒരു ദുരന്തം നടന്ന സ്ഥലത്ത് നിന്ന് ആ ദുരന്തത്തിന് കാരണമായ ഒരു പാർട്ടിയുടെ പരിപാടിയുടെ നേതാവ് അവിടെ നിന്ന് പെട്ടെന്ന് പോയതെല്ലാം വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. അതേസമയം മറ്റു നേതാക്കളെല്ലാം കൂട്ടത്തോടെ ദുരന്തഭൂമിയിലേക്ക് എത്തുമ്പോൾ ആ ദുരന്തഭൂമിയിൽ നിന്ന് പോകുന്ന വിജയാണ് നമ്മൾ കണ്ടത്. അത് വിമർശനമായിരുന്നു. ഇതിൽ ശേഷം ഈ പ്രതികരണം എന്തായിരിക്കും എന്ന് കാത്തിരിക്കുകയായിരുന്നു. ഒരു സ്ഥലത്തും എയർപോർട്ടിലൊന്നും പ്രതികരിച്ചില്ല. പിന്നീട് ചെന്നൈയിലെത്തിയ ശേഷം എക്സിലൂടെ ഒരു പ്രതികരണമാണ് വിജയുടെ നമ്മൾ കാണുകയും ചെയ്തത്. ഇതിൽ അതിനുശേഷം ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് വിജയ് ഇപ്പോൾ കരൂരിലേക്ക് എത്താൻ പോലീസിന് അനുമതി തേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് എത്രത്തോളം പെട്ടെന്ന് അങ്ങ് എത്തുന്ന കാര്യമടക്കം എങ്ങനെയായിരിക്കും തീരുമാനത്തിലേക്ക് എത്തുക എന്ന് മനസ്സിലായിട്ടില്ല. പക്ഷേ എന്തായിരിക്കും ഇനി TVKയുടെ അടുത്ത നീക്കം? 20 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. യോഗങ്ങളൊക്കെ ചേർന്ന് എന്തൊക്കെയാണ്
സംസ്ഥാന പര്യടനം അടക്കം നിർത്തിവെച്ചിട്ടുണ്ട്. മറ്റു തീരുമാനങ്ങൾ എങ്ങനെയാണ് TVKയുടെ മനസ്സിലാക്കുന്നത്? വിജയുടെ നീക്കം എന്താണ് മനസ്സിലാക്കുന്നത്? ഒപ്പം ഉടൻ എത്താനുള്ള ഒരു സാധ്യതയുണ്ടോ കരൂരിലേക്ക്? മറ്റൊന്ന്, ഈ അറസ്റ്റ് അടക്കമുള്ള സാധ്യത അത് എത്രത്തോളം ഉണ്ട് വിജയുടെ? ശ്രുതി, അതായത് ഈ ഹർജിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമായതിനു ശേഷം മാത്രം കരൂരിലേക്ക് യാത്ര തിരിച്ചാൽ മതി വിജയ് എന്നുള്ളതാണ് നിലവിൽ TVKയുടെ തീരുമാനം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ഇന്നലെ ഇത്തരത്തിലൊരു ദുരന്തം നടന്നത് വിജയുടെ കൺമുന്നിൽ വെച്ചാണ്. അവിടെ നിരവധി ആളുകൾ മരിച്ചു വീഴുന്നു. അപ്പോഴും പെട്ടെന്ന് തന്നെ വിജയ് അവിടെ നിന്ന് മാറി പെട്ടെന്ന് തന്നെ ട്രിച്ചി വിമാനത്താവളത്തിലേക്ക് എത്തുകയും അവിടെ നിന്ന് പിന്നീട് ചെന്നൈയിലേക്ക് യാത്ര തിരിക്കുകയും എല്ലാം ചെയ്തത് ഇവിടെയുള്ള വിജയെ ഒരുപാട് ആരാധനയോടുകൂടിയും സ്നേഹത്തോടും കൂടെ കണ്ടിരുന്ന ആളുകൾക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കി എന്നുള്ളതാണ് വിലയിരുത്തൽ. അത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കെ പെട്ടെന്ന് തന്നെ വീണ്ടും ഈ കരൂരിലേക്ക് വിജയ് ഈ സാഹചര്യത്തിൽ എത്തിയാൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ വഷളാക്കും എന്ന രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ്, അത്തരത്തിലൊരു വിലയിരുത്തൽ TVKക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങൾ നൽകുന്ന ഹർജി, അതായത് പ്രത്യേകിച്ചും അന്വേഷണം, കൃത്യമായിട്ടുള്ള അന്വേഷണം ആവശ്യപ്പെട്ടും അതുപോലെ തന്നെ തെളിവുകൾ നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ കൃത്യമായിട്ടുള്ള ഒരു പരിശോധന, CCTV ദൃശ്യങ്ങൾ ശേഖരിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം തങ്ങൾക്ക് കൃത്യമായി ഇവിടേക്ക് വരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കിയതിനു ശേഷം മാത്രം ഇവിടേക്ക് കരൂരിലേക്ക് എത്തി ഈ ദുരന്തത്തിൽ മരിച്ച ആളുകളുടെ ബന്ധുക്കളെയും അതുപോലെ തന്നെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകളെയും സന്ദർശിക്കാൻ എത്തിയാൽ മതി വിജയ് എന്ന രീതിയിലുള്ളതാണ് ഇപ്പോൾ TVK പാർട്ടിയുടെ ഒരു നിലവിലെ ഏറ്റവും ഒടുവിൽ അവർ എടുത്തുള്ള വിവരം അല്ലെങ്കിൽ അത്തരത്തിൽ തീരുമാനം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും അവർ നൽകിയിട്ടുള്ള ഹർജി അടുത്ത ദിവസങ്ങളായിരിക്കും ഒരു പക്ഷേ പരിഗണിക്കുക. അതിനുശേഷമായിരിക്കും വിജയ് ഈ കരൂരിലേക്ക് എത്തുക എന്നുള്ളതാണ് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം. ശ്രുതി.